ഇപ്പൊ നമ്മൾ അന്ന് സുബൈദയെ കാണുമ്പോൾ വേറൊരു ആറ്റിറ്റ്യൂഡും ഒരു ലുക്ക് ആൻഡ് ഫീലും എല്ലാം different ആണ്. വ്യത്യാസമായിരുന്നു. Hair ഉം. ഇപ്പൊ ഹെയറും എല്ലാം ഇപ്പൊ ടോട്ടൽ ഡിഫറെന്റ് ആണ്. ആ, സംസാരത്തിൽ ഇതിലൊന്നും വ്യത്യാസങ്ങളില്ല. ഒന്നുമില്ല, കൈനിരിപ്പിനൊന്നും വ്യത്യാസമില്ല. വ്യത്യാസമില്ല. പക്ഷെ ഈ ഇത് ഒരു മാത്രം. ഇത് മാത്രം ആ, മാറി. അപ്പൊ അത് എങ്ങനെയാണ് ആ ഒരു മാറ്റം? അത് ഞാൻ ദുബായ് ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇസ്ലാമിനെ കുറിച്ചൊക്കെ അറിയായിരുന്നു, പക്ഷേ ഞാൻ വളരെ നെഗറ്റീവ് ഫീലിംഗ് ആയിരുന്നു എനിക്ക് മുസ്ലിംസിനോട്. എന്നുവെച്ചാൽ അവർ കാണിച്ചു കൊടുക്കുന്ന മുഴുവൻ വൃത്തികേടായിട്ടാണ് എനിക്ക് അന്ന് അന്ന് തോന്നിയിട്ടുള്ളത്. തോന്നിയിരുന്നത്. ഇന്നും അത് തന്നെയാണ്, ഓ ഇന്നും അത് തന്നെ, ഒരു സംശയമില്ല ആ കാര്യത്തിൽ. എന്നുവെച്ചാൽ വളരെ ചുരുക്കം ആൾക്കാരാണ് കറക്റ്റായിട്ടുള്ള ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്നുള്ളൂ. അതേ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. ഇപ്പോഴും ഭയങ്കര ജഡ്ജിങ്ങും ബ്ലെയിമിങ്ങുമാണ് എല്ലാവർക്കും. പലരുടെയും വിചാരം ഞങ്ങൾക്ക് എല്ലാം അറിയാം, എന്നിട്ട് അവർ കാണിക്കുന്ന മുഴുവൻ നേരെ തലയിരിച്ച്. ഇപ്പോൾ പരദൂഷണം പറയാൻ പാടില്ല എന്ന് ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഈ പർദ്ദയൊക്കെ ഇട്ടിട്ട് നല്ലതായിട്ട് പരദൂഷണം പറയുന്ന ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ എല്ലാവരും ഈ തട്ടമിട്ട് കഴിഞ്ഞാൽ നമ്മൾ പെർഫെക്റ്റ് ആണെന്നുള്ള ഓർമ്മയുണ്ട്. നമ്മൾ കാസർഗോഡ് എന്നിട്ട് സുബൈദ കാഫിറാണെന്നും പറഞ്ഞിട്ട് എന്നെ പറഞ്ഞു വിട്ട് ഷൂട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല. അതൊക്കെ അങ്ങനെയൊന്നും നമ്മൾ ഇസ്ലാമിൽ പറഞ്ഞിട്ടില്ല. ജഡ്ജ് ചെയ്യാനായിട്ടും ആൾക്കാരെ കുറ്റപ്പെടുത്താനായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അത് നമ്മളുടെയും മുകളിലുള്ള ആൾ തമ്മിലുള്ള ഒരു കണക്ഷനാണ്, വേറെ ആൾക്കാർക്ക് അതിൽ റോളില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ഞാൻ നാട്ടിൽ നിന്ന് ദുബായിലേക്ക് വന്നപ്പോൾ ഇസ്ലാമിനെ മാക്സിമം വെറുത്തിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ അവിടെ ഒരു സ്ഥലത്ത് ചെന്നപ്പോഴാണ് കറക്റ്റ് ഇസ്ലാം നല്ല ക്യാരക്ടറാണെന്ന് മനസ്സിലായത്. ക്യാരക്ടറിൽ ആരും ഫോക്കസ് ചെയ്യണില്ല, എല്ലാവരും കുറേ തട്ടമൊക്കെ ഇട്ടിട്ട് ഹാപ്പി ആയിട്ടൊക്കെ നടക്കും. അതല്ല, പിന്നെ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് ഹിജാബ് ഇടണം എന്നുള്ളത്. അപ്പോൾ ഞാനത് പഠിച്ചപ്പോൾ ഞാൻ ആ ഇസ്ലാം ആദ്യമായിട്ട് ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയെന്ന് വെച്ചാൽ പലരുടെ അടുത്തുള്ള ആറ്റിറ്റ്യൂഡൊക്കെ ഞാൻ മാറ്റി. എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് പേരായിട്ട് എന്തടിയായിരുന്നു, ഞാൻ ഭയങ്കര അഹങ്കാരിയായിരുന്നില്ലേ, ഓർമ്മയില്ലേ? ഇല്ലേ? അപ്പോൾ ഞാൻ ഷാജനെയൊക്കെ തെറി പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ തെറി പറഞ്ഞിട്ടുണ്ട്. അത് എനിക്കൊരു ജെവിൻ എന്നെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായി കാണാം ആ സമയത്ത്. പക്ഷെ ജെവിൻ പിന്നെ മിണ്ടാതിരിക്കുന്ന ചിരിയിൽ ഇങ്ങനെ കവർ ചെയ്തിട്ട് എനിക്കറിയാം ജെവിൻ എന്നെ ഇടിച്ച് കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു സത്യം എനിക്ക്. പക്ഷേ ഞാൻ ഭയങ്കര അഹങ്കാരിയായിരുന്നു. അയ്യോ, എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ ഞാൻ എന്തെന്ന് വെച്ചാൽ എല്ലാവരെയും വിളിച്ച് ക്ഷമ ചോദിച്ച് കുറേ ആൾക്കാർ, എന്ന് വെച്ചാൽ നമ്മുടെ ക്യാരക്ടറാണ് ഇമ്പോർട്ടൻ്റ് എന്ന് മനസ്സിലായി. അപ്പം ഞാൻ വിചാരിച്ചെൻ്റെ ലൈഫ് അങ്ങനെ ഒന്ന് ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ ഹസ്ബൻഡിനുള്ള ആറ്റിറ്റ്യൂഡ് മാറി. അന്നൊക്കെ നമ്മൾ എന്തെങ്കിലും പ്രശ്നം അടി വീഴും, അതൊക്കെ എങ്ങനെയാണ്, അത് മാറി. മക്കളോടുള്ള ആറ്റിറ്റ്യൂഡ് മാറി, ആരെയും ബ്ലെയിം ചെയ്യൂല, കുറ്റപ്പെടുത്തില്ല, അങ്ങനെയുള്ള സാധനമൊക്കെ മാറി. ഇപ്പം ലൈഫ് ഭയങ്കര പീസ്ഫുൾ, മനസ്സിലായില്ലേ? അപ്പോഴാണ് എനിക്ക് ഇതിനൊരു കൺവിൻസിങ് ആയി തുടങ്ങിയത്. അപ്പം ഞാൻ പിന്നെ പതുക്കെ ഇതിൻ്റെ ബാക്കി ഇതിൻ്റെ മുസ്ലിമായിട്ട് ജീവിക്കേണ്ട വാല്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് അത് പതുക്കെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം ഇപ്പം ഞാൻ അയൽവക്കക്കാരുമായിട്ടൊക്കെ ഭയങ്കര അടിയായിരുന്നു. ഭയങ്കര അടി എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിൽ ചെളിയൊക്കെ കോരി വെച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അവരോടൊക്കെ ഞാൻ പോയിട്ട് ക്ഷമ ചോദിച്ച് ഈന്തപ്പഴമൊക്കെ വാങ്ങിച്ച് കൊണ്ട് കൊടുത്ത്. ആൻറ്റി അന്ന് ഭയങ്കര അഹങ്കാരമായിരുന്നു, ആൻറ്റി ക്ഷമിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ എൻ്റെ ക്യാരക്ടറിൽ കുറേ വ്യത്യാസം വരുത്തി. എന്ന് വെച്ചാൽ അടി വീഴൽ ഞാൻ കോംപ്രമൈസ്. അപ്പം ആൻറ്റി എൻ്റെ അടുത്ത് ചോദിച്ചു എന്തായിരുന്നു പണ്ട്, എന്തായിരുന്നു? അപ്പം ഞാൻ പറഞ്ഞു ആൻറ്റി അഹങ്കാരമായിരുന്നു ആൻറ്റി, വിവരമില്ലായിരുന്നു, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പം അവിടെയെല്ലാം ഞാൻ എല്ലാം അങ്ങനെ ക്ലോസ് ചെയ്ത് കറക്ഷൻ ചെയ്ത് ഇപ്പം മദറുമായിട്ട് ഞാൻ നല്ല ടേംസിലൊന്നും ആയിരുന്നില്ല, നല്ല ഇതിലൊക്കെ തന്നെയായിരുന്നു. പക്ഷെ ഞാൻ വലിയ ഹെൽപ്പ്, നമ്മൾ അമ്മമാരെ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ആണല്ലോ. അതെ, അവരവിടെ ഉണ്ടാവുമല്ലോ എന്ത് കാണിച്ചാലും, അങ്ങനെയായിരുന്നു. അപ്പോൾ മദറിൽ നിന്നാണ് അവർക്കാണ് ഖുറാനിലെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് പറഞ്ഞേക്കുന്നത്. പാരൻസ്, അവരെ ഞാൻ മൈൻഡ് ചെയ്യാറില്ലായിരുന്നു. മൈൻഡ് ചെയ്യാന്ന് വെച്ചാൽ 50%. അപ്പോൾ ഞാൻ ഉമ്മച്ചീനെ വിളിച്ച് ക്ഷമ ചോദിച്ചിട്ടാണ് ഞാനിത് പഠിച്ചു തുടങ്ങിയത്, മനസ്സിലായില്ല? പിന്നെ എൻ്റെ ക്യാരക്ടറിൽ മാറ്റം വന്നു. ഇപ്പോൾ പലരും പറയുന്നുണ്ട് അഹങ്കാരം കുറഞ്ഞ്, തല്ലി വീഴൽ കുറഞ്ഞ്. തല്ലി വീഴാനെനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ? ചില സമയത്തൊക്കെ തല്ലിങ്ങനെ വീഴാനിങ്ങനെ വരും, അറിയാമല്ലോ നമ്മൾ അടികൂടിയിട്ട് ചരിത്രത്തിൽ ആ തല്ലി വീണ സമയത്തൊക്കെ ഞാൻ ചില ബസ്സിനെയൊക്കെ വയ്ക്കുമായിരുന്നു ഞാൻ. എനിക്ക് ദേഷ്യം, പുറകിൽ നിന്ന് ഹോൺ അടിച്ചു കഴിഞ്ഞാലേ, അതൊക്കെ ഇപ്പം ഞാൻ കുറച്ച് ഇഗ്നോർ ചെയ്ത് തുടങ്ങി. പക്ഷെ ഇപ്പോഴും അതെൻ്റെ ഫുള്ളി മാറിയിട്ടില്ല. അത് ഭയങ്കര പാടാണ്, നമ്മൾ രക്തത്തിൽ കിടക്കല്ലേ. അപ്പം ഞാൻ അവരുടെ മുമ്പിൽ നിന്ന് മാറില്ല. ഞാൻ എന്നിട്ട് അവർ ഹോൺ അടിച്ച് അപ്പം ഞാൻ ഇങ്ങോട്ട് നീങ്ങും, അവരെ വിടൂല. അത് കഴിഞ്ഞിട്ട് അവർ അങ്ങേറ്റം അയക്കുമ്പോൾ എനിക്ക് ബോറടിക്കും. അപ്പം ഞാൻ പതുക്കെ സൈഡിലേക്ക് ഒതുക്കും. എന്നിട്ട് ഞാൻ പൊയ്ക്കോളാൻ പറയും, ടാറ്റ എന്നൊക്കെ പറയും. അപ്പോൾ അവരെന്നെ നല്ല തെറി കൊണ്ടേ നമുക്കൊരു വിഷയമല്ല, തെറി എത്ര കേട്ടിയാലും നമുക്ക് വിഷയമൊന്നുമില്ല. അപ്പം നമ്മൾ അങ്ങനെയുള്ള കുറേ സ്വഭാവങ്ങൾ തിരിച്ചറിവുകൾ വന്നു, ലൈഫിൽ തന്നെ മാറ്റം വന്നു. പിള്ളേരുള്ള ആറ്റിറ്റ്യൂഡ് മാറി, നെയ്ബേഴ്സിനോടുള്ള ആറ്റിറ്റ്യൂഡ് മാറി, ചുറ്റുമുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ബിക്കോസ് ഇസ്ലാം പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ മുമ്പിൽ ഒരാൾ ഹെൽപ്പിന് വരികയാണെങ്കിൽ
നമ്മൾ സാധാരണ നമ്മൾ വിചാരിക്കണത് എന്താ, ഞാൻ അയാൾക്കൊരു ഉപകാരം ചെയ്യുകയാണെന്നല്ലേ. പക്ഷേ നമ്മൾ അങ്ങനെയല്ല വിചാരിക്കുന്നത്. നമ്മൾ പടച്ചവനോട് അടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. സോ യു യൂസ് ഇറ്റ്. അപ്പോൾ അയാളാണ് നമുക്ക് ഉപകാരം ചെയ്യുന്നത്. ഓക്കെ, അങ്ങോട്ട് അടുക്കാൻ വേണ്ടി ഇങ്ങനെ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. സോ ഇഫ് യു വാണ്ട് യു ക്യാൻ യൂസ് ഇറ്റ് ഓർ യു ആർ ദ ലൂസർ. മനസ്സിലായി. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. പണ്ട് ഹെൽപ്പ് ചെയ്യുമായിരുന്നു, പക്ഷേ ഞാൻ വിചാരിക്കും ഞാനാണ് നിങ്ങൾക്കൊരു ഉപകാരം ചെയ്യേണ്ട ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. അത് മാറി. അപ്പോൾ ഇപ്പോൾ എപ്പോഴും ഒരാളെ കിട്ടിയാൽ അപ്പം കൊടുക്കുക, പിന്നെ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക. പണ്ട് അതൊക്കെ ഉണ്ടാക്കാൻ മടിയായിരുന്നു, പക്ഷേ ഞാനിപ്പോൾ എല്ലാം കൊടുക്കും. ബിക്കോസ് ഇതെല്ലാം ചാരിറ്റിയാണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ ചെയ്യണതെല്ലാം നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മൾ പണ്ടൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് ഞാനെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, അതാണല്ലോ നമ്മളുടെയൊക്കെ ജനറൽ ആറ്റിറ്റ്യൂഡ്. നമ്മൾ എന്ത് സിറ്റുവേഷൻ നമ്മൾ സന്തോഷമായിട്ടിരിക്കുക, അത്രയേ ഉള്ളൂ. അങ്ങനെയുള്ള വഴികൾ നോക്കുക. ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞാലും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. യു ബി ഹാപ്പി. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. യു ബി ഗുഡ്. നിങ്ങൾ നല്ലതായിട്ട് പെരുമാറുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, ഹാപ്പിനെസ് പുറകെ വന്നോളും. മനസ്സിലായില്ലേ? അതാണ് ഡിഫറൻസ് ഇപ്പം എൻ്റെ ലൈഫിൽ വന്നേക്കണേ. ഇപ്പം ഞാൻ നന്നാവാൻ നോക്കുകയാണ്, ആൾക്കാരുടെ അടുത്ത് നന്നായിട്ട് ബിഹേവ്. ഇടയ്ക്ക് കൈവിട്ട് പോകട്ടെ, ഒറിജിനൽ വരുമല്ലോ. പക്ഷേ ഞാൻ നന്നായിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ സന്തോഷം എനിക്ക് പല സ്ഥലത്തു നിന്ന് കിട്ടുന്നുണ്ട്. ഒരാളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ അവരുടെ മുഖത്ത് ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് സന്തോഷമല്ലേ ഇതൊക്കെ. അപ്പോൾ അങ്ങനെയായി തുടങ്ങി. ഇപ്പോൾ ആറ്റിറ്റ്യൂഡ്, ജീവിതത്തെ ലുക്ക് ചെയ്യണ ആറ്റിറ്റ്യൂഡ് തിരിഞ്ഞ് ഇപ്പം എന്തും ഓപ്പർച്യൂണിറ്റിയാണ്. മറ്റതെല്ലാം ശല്യമാണ്. ഇപ്പോൾ വീട്ടിൽ ഗസ്റ്റ് വന്നാൽ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ടതൊക്കെ ആയിരിക്കും. ഇപ്പം അതൊരു വേർഷിപ്പാണ്, വേ ഓഫ് വേർഷിപ്പാണെന്നാണ് ഖുറാനിൽ പറഞ്ഞേക്കുന്നത്. സോ അത് നിങ്ങൾക്ക് പിന്നീട് ഞങ്ങൾ ഹിയർ ആഫ്റ്റർ ഉണ്ടെന്നാണല്ലോ വിശ്വസിക്കുന്നത്. സ്വർഗവും നരകവും ഉണ്ടെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ഒരു ചവിട്ടുപടിയാണ് ഈ ആൾക്കാരെ സെർവ് ചെയ്യുന്നതും. മനസ്സിലായി? അപ്പോൾ നമുക്ക് ഫുൾ പോയിൻറ്റ്സാണ്. എവിടെ നോക്കിയാലും നമുക്ക് നഷ്ടമില്ല. ഇപ്പോൾ പൈസ ചിലവാക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് വേണ്ടി അതും നമുക്ക് ടെൻഷനില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ അങ്ങോട്ടുള്ള അടുപ്പിക്കുകയാണല്ലോ നമ്മളെ. അപ്പോൾ പിന്നെ ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ. അതായി ഇപ്പോൾ ഇതൊരു തോട്ട് പറയുമ്പോൾ തന്നെ ഇപ്പോൾ അന്നൊക്കെ നമ്മൾ ഷോക്കൊക്കെ വേണ്ടിയിട്ട് പോകുമ്പോൾ, അപ്പോൾ മലബാറിലൊക്കെ പോകുമ്പോൾ അവർ കൂടുതൽ നമ്മളോട് വളരെ അടുപ്പം കാണിച്ചിരുന്നു. നമ്മൾ വളരെ ഓപ്പൺ അപ്പ് ആയതുകൊണ്ടും പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ പേരിനോടുള്ള, ഇപ്പോൾ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ സുബൈദ എന്നുള്ള പേര്, അപ്പോൾ കുറേ പേർക്ക് നമ്മുടെ ഈ പേരും ഇതൊക്കെ കാണുമ്പോൾ നമ്മളോട് അടുപ്പം കൂടുതൽ തോന്നും. അതേസമയം തന്നെ അവർക്ക് നമ്മൾ ഒരുപാട് തിരുത്താൻ തോന്നും. കാരണം അന്ന് ഈ പറഞ്ഞ പോലെ ഹിജാബില്ല, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് നമ്മൾ പോരാത്തതിന് നമ്മളന്ന് ജീൻസ് ഇട്ട് ഒരു ഷർട്ടൊക്കെ ഇട്ട് നടക്കുന്നു, ടീഷർട്ട് ഇടുന്നു, ഷൂ ഇട്ട് നമ്മൾ കയറുന്നു, വീട്ടിലേക്ക് കയറുന്നു. അപ്പോൾ അതൊക്കെ ഒരു സ്ത്രീ അന്ന് ചെയ്യാന്നുള്ളത് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് നമ്മൾ സ്വയം തിരുത്തണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാകും. അങ്ങനെ അവർ തിരുത്താൻ ആഗ്രഹിച്ച കാലത്തൊന്നും നമ്മൾ തിരുത്തിയില്ല. നമ്മളതൊക്കെ കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞിട്ട് നമ്മൾ സ്വയം തിരുത്തുന്നു. അപ്പോൾ അതിന് മുമ്പും ശേഷവും ഈ സെയിം ആൾക്കാർക്കുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് എങ്ങനെയായിരുന്നു? സെയിം ആൾക്കാർ സത്യം പറഞ്ഞാൽ ശശിയ എന്നൊക്കെ പറയൂലേ, അവര് നമ്മളെ തിരുത്താൻ ആഗ്രഹിച്ച സമയത്ത് നമ്മൾ തിരുത്തിയിട്ടില്ല. അത് കോമഡി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ബന്ധുക്കളെല്ലാം ഞങ്ങളെ ചീത്ത പറയുമായിരുന്നു. ഉമ്മച്ചിനെയൊക്കെ പറയുമായിരുന്നു, തലേ തുണിയിരുന്നില്ല, അതില്ല ഇതില്ല. ഞാൻ അന്ന് നിസ്കരിക്കുകയൊക്കെ ചെയ്യുന്നു, ഓർമ്മയില്ല. ഞാൻ അന്ന് നിസ്കരിക്കുന്നു, പോണ വഴിയൊക്കെ കണ്ടെത്തിയാ നിസ്കരിക്കായിരുന്നു. എല്ലാവരും ഉമ്മച്ചിനെയൊക്കെ കുറ്റം പറയും. അങ്ങനെയൊക്കെ നമ്മള് നോമ്പിന്റെ സമയത്ത്, ഷൂട്ടുള്ള സമയത്ത് നമ്മള് പിന്നെ ഫുഡ് കഴിക്കലോ ഒരു പരിപാടിയില്ല. അതൊക്കെ വളരെ പ്ലാൻഡ് ആയിട്ട്. അതെ അതെ അതെ, നമ്മൾ അത് എന്ത് ബ്യൂട്ടിഫുൾ ആയിരുന്നല്ലേ. ഈ ഇപ്പോഴത്തെ ഈ ആവശ്യമില്ലാത്ത ഇടിയും ബഹളവും ഒക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്തിട്ട് എന്തൊരു ബ്യൂട്ടിഫുള്ളാണ്. ഞാൻ ഈ ഇസ്ലാമിനെ കുറ്റം പറയുന്നവരോട് ഞാൻ പറയും, നിങ്ങൾ ഖുറാൻ പഠിച്ചിട്ട് കുറ്റം പറയും. വെറുതെ ഈ ഗൂഗിൾ ഇമാമി കയറി എന്നിട്ട് വായി തോന്നിയതൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഇസ്ലാമിനെ ജഡ്ജ് ചെയ്യല്ലേ. എന്നുവെച്ചാൽ മുസ്ലിംസ് കാണിക്കണ കണ്ടിട്ടും ജഡ്ജ് ചെയ്യല്ലേ. എന്നുവെച്ചാൽ മുസ്ലിംസിന് പകുതിയും വിവരമില്ല. എനിക്ക് മുസ്ലിംസിനെ കറക്റ്റ് ചെയ്യാന്നുള്ളത് മാത്രമേ എനിക്കൊരു ഇതുള്ളൂ. എന്ന് വെച്ചാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് നമ്മുടെ ലൈഫിൽ അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും സമാധാനമാണ്, എന്തും നമുക്ക് എടുക്കാം നല്ല പോസിറ്റീവായിട്ട്. അപ്പോൾ പിന്നെ പക്ഷെ അതുകൊണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ആൾക്കാർ പക്ഷേ ഈ മുസ്ലിം കമ്മ്യൂണിറ്റീനെ പലരും വളരെ നെഗറ്റീവായിട്ട് ജഡ്ജ് ചെയ്യാണ്. ഇപ്പൊ ഈവൻ സുബൈദ തന്നെ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ലുക്ക് ആൻഡ് ഫീൽ മാറി. ഇപ്പൊ നമ്മുടെ മുന്നിൽ ഞാൻ കാണുന്ന ഇതിലേക്ക് വന്നപ്പോൾ എൻ്റെ അടുത്ത് തന്നെ പലരും ചോദിച്ചിട്ടുണ്ട്, അപ്പൊ നിന്റെ കൂടെ ഒക്കെ ഉണ്ടായിരുന്ന ആൾ ടോട്ടലി മാറിയില്ലേ, ആള് തീവ്രവാദി ആയില്ലേ എന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട്. അന്നത്തെ ഒരു ആറ്റിറ്റ്യൂഡിലും ലുക്കിലും നമ്മൾ കാസർഗോഡൊക്കെ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ കാഫിറാണെന്നും പറഞ്ഞിട്ട് നമ്മളെ മാറ്റി നിർത്തിയ അതേ ഒരു ജനത ഇപ്പൊ നമ്മൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ നമ്മളെ തീവ്രവാദിയായി പറയുന്ന ആൾക്കാര്, അങ്ങനെ ആൾക്കാരുടെ മനസ്സിൽ പലത്
ചിന്തകളാണ്. പിന്നെ ഒരു ജസ്റ്റ് ഇങ്ങനെ ഒരു ഇത് വന്നത് കൊണ്ട് ആർക്കാണ് നഷ്ടം? എന്താണ് അതിവിടെ നഷ്ടം? എത്രയോ അതാണ്. അത് ക്രിസ്ത്യൻസ് ഇടുന്നില്ലേ, ഹിന്ദുസ് ഇടുന്നില്ലേ, എല്ലാവരും. പക്ഷെ മുസ്ലിം ഇട്ട് കഴിഞ്ഞാൽ അതൊരു പ്രോബ്ലം ആണ്. സത്യം പറഞ്ഞാൽ എനിക്കിത് കേൾക്കുമ്പോൾ ചിരി വരും. പക്ഷെ എനിക്ക് ആപ്പാടെ ഒരു വിഷമമുള്ളത്, ഈ ആൾക്കാർ കുറ്റം പറയുമ്പോൾ പ്ലീസ് ഒന്ന് ഖുറാനൊന്ന് മനസ്സിലാക്കിയിട്ട് കുറ്റം പറയും. അപ്പോൾ ഒന്നും ഉണ്ടാവില്ല കുറ്റം പറയാൻ. ബിക്കോസ് ഞാൻ പഠിച്ചതാണ് ഖുറാൻ. അപ്പോൾ എനിക്കറിയാം അതിൽ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. ഇപ്പോൾ സ്ത്രീകളുടെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ സാധാരണ ഇസ്ലാമിൽ സ്ത്രീകളെ സപ്രസ്ഡ്, സ്ത്രീകളെ ഇങ്ങനെ ഒതുക്കി അങ്ങനെയാണല്ലോ ജനറലി. ഇല്ല, എക്സാക്ട്ലി. പക്ഷേ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ഫെസിലിറ്റീസ് പടച്ചോൻ ഖുറാനിൽ പറഞ്ഞിരിക്കണേ. സ്ത്രീകൾക്ക് കാശുണ്ടാക്കിയാൽ ആ കാശ് കുടുംബത്തിന് 1 രൂപ പോലും ചിലവാക്കേണ്ട ആവശ്യമില്ല. അത് അവരുടെ സ്വന്തം കാശാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഹസ്ബൻഡിനോട് ചോദിക്കേണ്ട, ഹസ്ബൻഡ് കുടുംബത്തിന് കൊടുക്കണ്ട. ഇനി കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ചാരിറ്റിയാണ്, വിച്ച് വിൽ ടേക്ക് ഒരു സ്റ്റെപ്പ് ക്ലോസർ ടു ഹെവൻ. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ സ്ത്രീകൾക്ക് എന്താണ് ജോലി ചെയ്യാൻ ഹസ്ബൻഡ് പുള്ളിക്കാരിക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോലി ചെയ്യാൻ വിടണം. പിന്നെ ഇവർ വീടിൻ്റെ ഉള്ളിൽ ഇരിക്കലല്ല, അവർക്ക് വർക്ക് ചെയ്യാം, അവർക്ക് പുറത്തിറങ്ങി നടക്കാം, എല്ലാം ചെയ്യാം. ഒറ്റ പ്രശ്നം ഇതാണ് ആൾക്കാർ പിടിച്ചോണ്ടിരിക്കണേ. ഇത് സപ്രഷനാണെന്ന് വിചാരിക്കണേ. പക്ഷെ ഒരു സത്യം പറയാം, ഞാനിതിടാണ്ട് നടന്ന സമയത്ത് ഇഷ്ടം പോലെ പേര് വായി നോക്കുമായിരുന്നു. പുറകെ പ്രേമം വരെ ഇഷ്ടം പോലെ പറഞ്ഞു. ഇപ്പോൾ ഒരാളും തിരിഞ്ഞു നോക്കണില്ല. അപ്പോൾ ഇതിഷ്ടം കഴിയുമ്പോൾ ഒരു ബാരിയർ വരുന്നുണ്ട് അവിടെ. പിന്നെ ഞാനും അതേപോലെയാണ് ഹാപ്പി ആയിട്ടൊക്കെയാണ് എല്ലാവരോടും സംസാരിച്ചുകൊണ്ടൊക്കെ നടന്നത്. ഇപ്പോഴും ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ് നടക്കുന്നത്. പക്ഷേ എനിക്ക് വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ഡിഫറൻസ് എന്തുകൊണ്ടാണ് നമ്മൾ ഇത് ഫ്രീ ആയിട്ട് നമ്മൾ കുറച്ചുകൂടി നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ ഇതിലൊക്കെ കുറച്ച് ഫ്രീ ആയിട്ട് എല്ലാവരുമായിട്ട് ഇടപഴകുന്ന ആൾക്കാർ മറ്റെല്ലാ കാര്യങ്ങൾക്കും അതേപോലെ തന്നെ ഓപ്പൺ അപ്പ് ആണെന്ന് കരുതുന്ന ഒരു തോട്ടുണ്ടല്ലോ. അത് മലയാളികൾക്കാണ് അത് ഏറ്റവും കൂടുതൽ. ഒന്ന് സ്വല്പം ഒന്ന് ജീൻസ് ഇട്ട് നടന്നു, അല്ലെങ്കിൽ ഒരു കോസ്റ്റ്യൂമിൽ ഒന്ന് മോഡേൺ ആയിട്ട് നടന്നു, അല്ലെങ്കിൽ അവരുടെ കോസ്റ്റ്യൂമിന്റെ അളവിൽ കുറച്ച് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് അവർ പിന്നെ എല്ലാത്തിനും ഓപ്പൺ ആയിട്ട് പെട്ടെന്ന് വിളിച്ചാൽ കിട്ടുന്ന ആളാണെന്നുള്ള. പക്ഷെ ഇപ്പൊ അങ്ങനെയില്ല. പിന്നെ സ്ത്രീകൾക്ക് അമ്മായിയമ്മേനെ നോക്കണ്ട, നാത്തൂനെ നോക്കണ്ട, ഏരിയയിലേക്ക് തിരിഞ്ഞ് നോക്കണ്ട, ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലെ മുസ്ലിംസ് അതാണോ കാണിക്കുന്നത്? അവർ കല്യാണം കഴിച്ചതിൻ്റെ കൊണ്ടുവരുന്ന അമ്മേനെ നോക്കാനോ അപ്പനെ നോക്കാനോ ആണ്. അത് നോക്കേണ്ട ആവശ്യമില്ല. അവർക്ക് അതിൽ സിന്നില്ല. അവർക്ക് അവരുടെ കാര്യം, ഹസ്ബൻഡിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അമ്മായപ്പൻ്റെ അമ്മയുടെ വീട്ടിലേക്കല്ല കൊണ്ടുപോകേണ്ടത്. സെപ്പറേറ്റ് ഇത് കൊടുക്കണം എന്നാണ് ഹസ്ബൻഡിൻ്റെ റെസ്പോൺസിബിലിറ്റി. ഫുഡ്, എക്സ്പെൻസ് എല്ലാം ഹസ്ബൻഡിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. വൈഫിന് ചില്ലായിട്ടിരിക്കാം. ഇപ്പം ഇരുന്നൂടെ? ഞാനതാ ആലോചിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് ഈ സ്ത്രീകൾ എന്തിനീ ഓടിപ്പാഞ്ഞ് ജോലി ചെയ്യാന്നാണ്. ഇനി അത്രയ്ക്ക് ആഗ്രഹമുള്ളവരൊക്കെ ജോലി ചെയ്തോട്ടെ, കുഴപ്പമൊന്നുമില്ല. എല്ലാവരും ഓരോരുത്തരുടെ രീതിയാണ്. പക്ഷേ എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ എനിക്കിങ്ങനെ ഓടിപ്പാഞ്ഞ് ജോലി ചെയ്ത് നടക്കാനൊന്നും ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് കാശുള്ളതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഞാനതെൻ്റെ രീതിയിൽ ചിലവാക്കി ഞാൻ നടക്കണു. മനസ്സിലായില്ലേ? അത് ഭയങ്കര കംഫർട്ടബിളാണ് നമുക്ക്. ഒരു സ്ത്രീ ജോലി ചെയ്യുക, മക്കളെ തിരിച്ചു വന്ന് നോക്കുക, ഭക്ഷണം ഉണ്ടാക്കുക, ഇതൊക്കെ ഒരു വലിയ ജോലിയാണ്. എന്ത് പാടാനൊക്കെ കൂടെ ചെയ്യാൻ. അത് ഹസ്ബൻഡിന് റെസ്പോൺസിബിലിറ്റി. അതുകൊണ്ടാണ് പഠിച്ചാൽ പറഞ്ഞത് നീ നോക്കിയോ ബാക്കി. അവർ റെസ്റ്റാട്ടെ, അവർക്ക് പീരിയഡ്സ്, പ്രഗ്നൻസി ഇതൊക്കെ ഇല്ലേ. ഇതൊക്കെ കൂടെ ഫിസിക്കലി പ്രോബ്ലംസ് ഇല്ലേ. അവർക്ക് സമാധാനമായിട്ടിരിക്കണ്ടേ. നമ്മൾ ജീവിക്കണം എന്തിനാ? സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം ഞാനെപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ ഫെമിനിസം ആണല്ലോ എന്ന് വെച്ചാൽ അത്രയും സ്ത്രീകളെ സപ്പോർട്ട് ചെയ്തിട്ടാണ്. ഒരു പൈസ സ്ത്രീക്ക് ജോലി ചെയ്താൽ കൊടുക്കണം. ഹസ്ബൻഡ് അല്ല, വീട്ടിൽ ജോലിക്കാരി ഉണ്ടായിരുന്ന സ്ത്രീ ആണെങ്കിൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ആ ലെവലിൽ തന്നെ ഹസ്ബൻഡ് ഇവിടെ ട്രീറ്റ് ചെയ്യണം എന്നാണ്. പക്ഷേ ഏത് ഭർത്താവ് ചെയ്യുന്നുണ്ട്? അപ്പം മുസ്ലിംസ് കാണിക്കണ കണ്ടിട്ട് പിന്നെ ഈ എല്ലാ ഡിസ്ബിലീവേഴ്സിനെയും കൊല്ലണം എന്നൊക്കെ പറയണില്ലേ, അതൊരു കോണ്ടെക്സ്റ്റിൽ അന്നുണ്ടായിരുന്ന ആൾക്കാരുടെ ഒരു യുദ്ധത്തിൽ അവരൊരു ഭീകരമായ പ്രശ്നം ചെയ്തതുകൊണ്ടാണ് ആ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെയാണ് പറഞ്ഞത്. അതൊരു യുദ്ധത്തിലൊരു ലീഡർ ഉണ്ടാവുമ്പോൾ, ലീഡർ ഇപ്പോൾ പുറത്തായാലും യുദ്ധത്തിനൊരു ലീഡർ ഉണ്ടാവും. അവരല്ലേ ഇപ്പം തന്നെ നമുക്കറിയാം യുദ്ധം നടക്കണം ഇസ്രായേൽ. അവർ തീരുമാനിക്കും, അവർ പറയും. അത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഇതിൽ അണ്ടർസ്റ്റാൻഡിങ് തെറ്റിച്ച് കഴിയുമ്പോൾ ഇവർ ചെയ്യും, മറ്റേയാൾ അറ്റാക്ക് ചെയ്യും. അങ്ങനെ ഒരു സിറ്റുവേഷനാണ്. അല്ലാണ്ട് ഈ ലോകത്തുള്ള എല്ലാ ക്രിസ്ത്യൻസിനെയും ഹിന്ദുസിനെയും കൊല്ലാനല്ല. അതാ ഞാൻ പറഞ്ഞത്. ഇവർ ഈ ഇസ്ലാം പഠിക്കാണ്ടാണ് ആൾക്കാരെ കുറ്റം പറയണത്. ഞാൻ പഠിച്ചോണ്ട് ഞാൻ എന്നോട് ഒരു 13 വർഷം മുമ്പ് ചോദിച്ചാൽ ഞാൻ ഇത് തന്നെ പറയുള്ളൂ. ഞാൻ ഇതല്ല, ഇതിൻ്റെ ഓപ്പോസിറ്റ് പറയുള്ളൂ. ബിക്കോസ് എന്ത് വൃത്തികേടാണ് മുസ്ലിംസ് കാണിക്കരുത്, ഇസ്ലാം എന്ത് മോശമാണ് എന്നൊക്കെ ഞാൻ പറയുള്ളൂ. പക്ഷേ ഇപ്പോൾ എനിക്ക് അറിയാവുന്നതുകൊണ്ട് മുസ്ലിംസ് കാണിക്കുന്ന വൃത്തികേട് തന്നെ, പക്ഷേ ഇസ്ലാം ബ്യൂട്ടിഫുൾ ആണെന്ന് എനിക്ക് മനസ്സിലായി. അത് എൻ്റെ ലൈഫിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ സിബ്ലിങ്സൊക്കെ തമ്മിൽ എല്ലാവരും സെൽഫിഷാണ് ആയിരുന്നു. പക്ഷേ ഇസ്ലാം വന്നതോടുകൂടി ഞങ്ങൾ ഒറ്റക്കെട്ടാ. ബിക്കോസ് സിബ്ലിങ്സ് തമ്മിൽ ഫൈറ്റ് പാടില്ല എന്നുള്ളത് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫാദറും മദറും മരിച്ചപ്പോൾ പൈസയൊക്കെ
ഞങ്ങളോട് പറഞ്ഞ 2:1. അങ്ങനെ ആണുങ്ങൾക്ക് 2 പങ്കും പെണ്ണുങ്ങൾക്ക് 1. അതാണ് വേറെ പ്രശ്നം. അതെന്തുകൊണ്ടാണ്? ഹസ്ബൻഡ്സിന് കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റിയാണ്. ഇപ്പം എൻ്റെ ബ്രദറിന് 2 പങ്ക് കിട്ടി. പക്ഷേ അവൻ്റെ ഭാര്യയെ നോക്കണം, അവൻ്റെ വീട്ടിലെ കാര്യം നോക്കണം, ഇനി ഉമ്മക്കും ബാപ്പുവിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നോക്കണം. ഇതെല്ലാം ഇവൻ്റെ ഉത്തരവാദിത്തമാണ്. വൈഫിന്, ഞങ്ങൾക്ക് ലേഡീസിന് പകുതിയാണ് കിട്ടിയേക്കണേ, പക്ഷെ അത് ഞങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല. ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ഞങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. മറ്റതൊരു 100 പേരുടെ കാര്യങ്ങൾ അവിടെ നോക്കണം, അപ്പോൾ ഡബിൾ കൊടുക്കണ്ടേ? പക്ഷെ ശരിക്കും പറഞ്ഞാൽ കൊടുക്കരുത് സ്ത്രീകൾക്ക്, എന്ന് വെച്ചാൽ അവർക്കൊരു ഉത്തരവാദിത്വം ഇല്ല. പക്ഷെ എന്നിട്ടും പകുതി കൊടുത്തിട്ടില്ലേ? ഈ ആൾക്കാർ ഇതിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തിരിക്കണം. എല്ലാ കാലത്തും ഈ പറഞ്ഞ പോലെ മതഗ്രന്ഥങ്ങളും അതുപോലെ പൊളിറ്റിക്കലി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും എല്ലാം അവരവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് റീഡിസൈൻ ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ സംഭവിക്കുന്നത്. ഒറിജിനൽ നോക്കുകയാണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ, വളരെ പ്രാക്ടിക്കലാണ്, പറഞ്ഞതിൻ്റെ പുറകിൽ വിസ്ഡം ഉണ്ട്. പക്ഷെ ആൾക്കാർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഈ മുസ്ലിംസ് കാണിച്ചു വിടുന്ന കാണുമ്പോൾ ഞാൻ പറഞ്ഞത്, നിങ്ങൾ മുസ്ലിംസിനെ കുറ്റം പറഞ്ഞു, ഞാൻ മുമ്പിൽ നിൽക്കാൻ കുറ്റം പറയാം, പക്ഷേ ഇസ്ലാമിനെ കുറ്റം പറയരുത് പ്ലീസ്. അത് പഠിച്ചിട്ട് നിങ്ങൾ കുറ്റം പറഞ്ഞു, അത്രേ എനിക്ക് റിക്വസ്റ്റ് ഉള്ളൂ, വേറൊന്നുമില്ല. എന്തായാലും ഈ പറഞ്ഞ കാലത്താണെങ്കിലും ഇപ്പോഴാണെങ്കിലും നമുക്ക് സ്വന്തമായിട്ടൊരു തോട്ട് ഉണ്ടായിരിക്കുക. അതൊരു സ്ത്രീക്ക് ഒരു സ്വന്തമായിട്ടൊരു ലൈഫിനെ പറ്റിയിട്ടും അതുപോലെ അവരുടെ ഒരു വിശ്വാസത്തെ പറ്റിയിട്ടും ഒരു തോട്ട് ഉണ്ടായിരിക്കുക എന്നുള്ളത് തന്നെ വളരെ വലിയൊരു കാര്യമാണ്. അതെന്തായാലും തുടർന്നു കൊണ്ട് പോകുന്നതിൽ അഭിനന്ദനങ്ങൾ. ഞാൻ കൺവിൻസ്ഡ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ നമുക്കത് അപ്ലൈ ചെയ്ത് അതിനകത്തൊരു ട്രസ്റ്റ് സംഭവിക്കുന്നു. മറ്റാര് പഠിപ്പിക്കുന്നതിനേക്കാളും നമ്മുടെയൊക്കെ സ്വഭാവം അനുസരിച്ച് നമ്മൾ അനുഭവിക്കാം. വേറെ ആര് പറഞ്ഞാലും ഇപ്പൊ നമ്മള് ഈ ക്രിസ്ത്യൻസ് പറയുന്ന പോലെ ഈ പറഞ്ഞ തോമസ് ലീഹ പറ്റി ഇവിടെ കേരളത്തിലെ ക്രിസ്ത്യൻസ് പറയാറുണ്ട്. തോമസ് ലീഹ ക്രിസ്തു ഉയർത്തെണീറ്റ് എന്ന് പറഞ്ഞിട്ട് പലരും പറഞ്ഞു, എല്ലാവരും വിശ്വസിച്ചു. തോമസ് ലീഹ പറഞ്ഞു, ഞാൻ വിശ്വസിക്കില്ല, എൻ്റെ മുന്നിൽ അദ്ദേഹം വന്ന് കാണണം, വന്ന് കണ്ട് അദ്ദേഹത്തിൻ്റെ മെയിൻ പല കുത്തും പല ആക്രമണം അന്ന് കിട്ടിയിട്ടുണ്ട്. അതിൽ പ്രധാന ഒരു കുത്തുണ്ട്, ആ കുത്തിൽ ഞാൻ എൻ്റെ വിരലിട്ട് നോക്കും, അവിടെ ആ ഓട്ട പഴയ പോലെ ഉണ്ടോ, ദ്വാരുണ്ടോ, എങ്ങനെയൊക്കെ അത്രയും ഞാൻ ടെസ്റ്റ് ചെയ്താൽ മാത്രമാണ് ഞാനത് വിശ്വസിക്കുള്ളൂ. കണ്ടാൽ മാത്രം വിശ്വസിക്കുന്ന ആളാണ്. അപ്പം അതുപോലെ നമുക്ക് വിശ്വാസം അങ്ങോട്ട് വരണം, നമ്മുടെ അനുഭവത്തിലൂടെ വരണം. അതല്ലാണ്ട് നമ്മൾ ആര് പറഞ്ഞാലും നമ്മുടെ ഒരു കയ്യിലിരിപ്പുകാരനും. പള്ളിയിലൊക്കെ വെച്ചിട്ട് എന്നോട് ആൾക്കാർ ചോദിക്കുമായിരുന്നു, എന്താ തലേ തുണിയിടാത്ത. ഞാൻ പറഞ്ഞ എനിക്ക് സൗകര്യമില്ല, നിങ്ങളുടെ പണി നോക്കാൻ പറയും. ഞാൻ അങ്ങനെയായിരുന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ സ്വന്തം വിട്ട്, അപ്പം അതവിടെ കിടക്കും. അല്ലെങ്കിൽ ഇപ്പോൾ എത്രയോ കുട്ടികളെ എനിക്കറിയാം വീട്ടുകാർ നിർബന്ധിച്ച് തലയെ തുണിയിട്ട് പറന്നിടിപ്പിച്ച് നടത്തിയിട്ട് കോളേജിലേക്ക് കറക്കുമ്പോൾ തന്നെ എല്ലാം അയച്ചു മാറ്റി ചില്ലായിട്ട് നടക്കുന്ന പിള്ളേരെ എനിക്കറിയാം. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ തന്നെ സ്വയം ഡിസൈൻ ചെയ്തേ പറ്റൂ, സ്വയം തോന്നണം, അതേ നടക്കുള്ളൂ. പുതിയ കാലത്ത് ഇപ്പം ഈ പുതിയ കാലത്ത് നമ്മളും ഇതുപോലെ ഓരോ കാലത്ത് നമ്മളെ സ്വയം ഒന്ന് റീഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഈ പുതിയ കാലത്തുള്ള സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? ഇനിയിപ്പോൾ ഈ പുതിയൊരു പ്രോഗ്രാമോ അല്ലെങ്കിൽ ഒരു ഷോയോ തുടങ്ങാനുള്ള പദ്ധതി ഉണ്ടോ? അതല്ലെങ്കിൽ എന്തൊക്കെയാണ് പുതിയ സ്വപ്നങ്ങൾ? എനിക്ക് പ്രത്യേകിച്ച് ഞാൻ വലിയ സ്വപ്നം കാണുന്ന ആളല്ല. ഞാൻ ഒട്ടും അംബീഷ്യസ് അല്ല. എൻ്റെ ലൈഫിൽ നടക്കണം മുഴുവൻ അൺപ്ലാൻഡ് ആണ്. മുമ്പിൽ വന്ന് ചാടും, നമ്മൾ ചെയ്യും, അല്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ എനിക്കങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത ആളാണ്. പക്ഷേ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എനിക്കൊരു സാധനം വന്ന് തലയിൽ കയറിയിരിക്കുന്നത് സ്വിമ്മിങ് പഠിക്കണം എന്നുള്ളതാണ്. അത് ഞാനിപ്പോൾ പഠിച്ച് തുടങ്ങി. പക്ഷേ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് എനിക്ക് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയ ഭയങ്കര തലവേദന. സാധാരണഗതിയിൽ പ്രായം ചോദിക്കാൻ പാടില്ല എന്നാണ്, പക്ഷേ 57 അത് ചോദിക്കാൻ കാരണം വെച്ചാൽ ഈ 57ാമത്തെ വയസ്സിൽ നമുക്ക് നീന്തൽ പഠിക്കാന്ന് ആഗ്രഹിക്കുക, അങ്ങനത്തെ കുറെ ടെക്സ്റ്റുകൾ കൂടുതൽ കിട്ടുന്നുണ്ട്. അന്നും ടെക്സ്റ്റ് കിട്ടിയിരുന്നു, ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, എൻ്റെ ഉമ്മച്ചി 65 വയസ്സിലാണ് ഡ്രൈവിംഗ് പഠിച്ചത്. ഞങ്ങളൊക്കെ ആ ഒരു ബ്ലഡ് ഉണ്ട്. അപ്പോൾ എനിക്ക് സ്വിമ്മിങ് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഞാൻ സ്വിമ്മിങ് തുടങ്ങി, ഒരുവിധം പഠിച്ചെന്നേ. അപ്പോൾ കൂടി എനിക്ക് തലവേദന തുടങ്ങുന്നു. പൂളിലിറങ്ങി അപ്പോൾ തലവേദന, അതും ഷൂട്ടിങ് പെയിൻ. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചോണ്ടിരിക്കുക. എന്നാലും ഞാൻ സ്വിമ്മിങ് എന്തുകൊണ്ട് ഇത്ര നാൾ പഠിച്ചില്ല? സാധാരണ ഡ്രൈവിംഗ് ഒക്കെ ഇത്രയും പഠിച്ചാൽ എനിക്ക് എന്ത് മനസ്സിലാകുന്നത്, ഡ്രൈവിംഗ് തന്നെ ഞാൻ 3 ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ടാണ് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചത്. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ കോർഡിനേഷൻ എനിക്ക് പ്രശ്നമാണ്, ഗിയർ, ക്ലച്ച്, ഇതൊക്കെ കൂടെ എനിക്കെല്ലാം കൂടെ വരാൻ സമയമെടുക്കും. സ്വിമ്മിങ് ഞാനൊരു 10-20 വർഷം മുമ്പ് തുടങ്ങിയതാണ്. പക്ഷേ എനിക്ക് ഈ കോർഡിനേഷൻ, കൈ, കാല്, ബ്രീത്തിങ് ഒക്കെ ഉണ്ടല്ലോ, എനിക്ക് വേണം അതൊരു പ്രോബ്ലമാണെന്ന് എനിക്ക് മനസ്സിലായി. അത് ത്രൂ പ്രാക്ടീസ് വന്നപ്പോൾ ഒരുവിധം വന്നിട്ടുണ്ട്. കൈ കിട്ടിയാൽ പിന്നെ ഞാൻ പുലിയായിരിക്കും, അതെനിക്ക് നല്ല ഉറപ്പാണ്. പിന്നെ അപ്പോൾ പഠിക്കാൻ തുടങ്ങി ഓൾമോസ്റ്റ് ഒരു 80% ആയി. ഇപ്പം എനിക്ക് ഡീപ്പിലൊക്കെ നീന്താം, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ തലവേദന വന്നുകൊണ്ട് എനിക്കൊരു ടെൻഷൻ, ഇത് എന്താ കാര്യമൊന്നും എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. പിന്നെ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി കടൽ. അപ്പോൾ ഞാൻ തായ്ലൻഡിൽ പോയപ്പോൾ ഒരു കടലിലൊക്കെ ഇറങ്ങി ചാടിയൊക്കെ ഭയങ്കര സുഖം, വെള്ളത്തിൽ കിടക്കുമ്പോൾ ഭയങ്കര ചില്ലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്വിമ്മിങ് പഠിച്ചിട്ട് ഇനി കടലിനെ കോൺകർ ചെയ്യണം.
അതാണ് എൻ്റെ നെക്സ്റ്റ് ഇപ്പോൾ ഒരു ആഗ്രഹം എന്ന് പറയാനുള്ളത് അതാണ്. അപ്പം ഞാൻ അടുത്തത് ഈ രാമേശ്വരത്തൊരു ക്വസ്റ്റ് അക്കാഡമി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ കടലിൽ കയാക്കിംഗ് പഠിക്കണം. അപ്പം ഞാനതിന് പോകുന്നുണ്ട്. അതൊരു 4 day ബൂട്ട് ക്യാമ്പാണ്. അപ്പോൾ കടലിനോടുള്ള പേടി കുറേ മാറുമല്ലോ. അപ്പോൾ അതാണ് ഞാൻ എൻ്റെ നെക്സ്റ്റ്. അപ്പോൾ അടുത്ത കൊല്ലം ഞാൻ കടൽ ആയിട്ട് ഫ്രണ്ട്സ് ആവാനുള്ള പരിപാടിയിലാണ് എൻ്റെ പ്ലാൻ. ഇനി പടച്ചവൻ്റെ പ്ലാൻ എന്താണെന്നില്ല, നമുക്ക് ഇന്ന് ആലോചിക്കാന്നല്ലേ ഉള്ളൂ, നാളെ എന്ത് നടക്കുമെന്ന് അറിയില്ല. പക്ഷെ ഇതന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹമുള്ളത്. അല്ലാണ്ട് പിന്നെ എനിക്ക് പ്രത്യേകിച്ചൊന്നും ഞാൻ യാത്രകൾ ചെയ്യാന്നുള്ളതാണ്. ഈ വാക്ക് വിത്ത് സുബൈദ പോലെ വേറെ എന്തെങ്കിലും ഏതാണ്ട് അതേ രൂപവും ഭാവമുള്ളൊരു ഷോയുടെ പരിപാടികളുണ്ടോ? അത് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ കുറേ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് റഷസ് കുറേ ഉണ്ട്. അപ്പോൾ അതിങ്ങനെ കാണുമ്പോൾ നല്ല രസമുണ്ടെന്നൊക്കെ എനിക്ക് തന്നെ തോന്നും. അപ്പോൾ ഞാൻ വിചാരിക്കും ഇതൊന്നും തുടങ്ങിയാലോ, ചുമ്മാ ഒരു രസത്തിന് തുടങ്ങിയാലോ എന്ന് വിചാരിച്ചാൽ ഞാനിപ്പോൾ എല്ലാ റഷസും കൂടെ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് തുടങ്ങാം, പറ്റിയില്ലെങ്കിൽ പറ്റിയില്ല, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ പിന്നെ അതിനങ്ങനെ വല്ലാണ്ട് അങ്ങനെ സ്വപ്നം കാണുന്ന പരിപാടിയില്ല, അങ്ങനത്തെ പരിപാടി. പക്ഷെ എനിക്ക് കടൽ എനിക്കൊരു ക്രേസ് ആയി തുടങ്ങിയിട്ട് അത് എനിക്ക് ഇങ്ങനെ പോകണം. പക്ഷെ നമ്മൾ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മല്ലു സിംഗ് എന്നുള്ള ഒരു സിനിമയിലൊന്നും മുഖം കാണിച്ചിട്ടുണ്ടായിരുന്നു. മല്ലു സിംഗ് എന്നുള്ള സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കാണുമ്പോൾ ഓപ്പണിംഗ് ഷോട്ടിൽ തന്നെ പരിചയമുള്ള ഒരു മുഖം പോകുന്നു. അന്നത്തെ വലിയൊരു പ്രൊജക്റ്റ് ആയിരുന്നു, അതെ, ഭയങ്കര ബഡ്ജറ്റ് പ്രൊജക്റ്റ്. ശരിയാ. അതെനിക്കവിടെ ലക്ഷ്മി നായർ അപ്രോച്ച് ചെയ്തെന്ന് തോന്നുന്നു. പക്ഷെ അത് എന്തോ പുള്ളിക്കാരിക്ക് എന്തോ അസൗകര്യം വന്നിട്ടാന്ന് തോന്നുന്നു പിന്നെ നമ്മൾ അപ്രോച്ച് ചെയ്തത്. പക്ഷെ എനിക്ക് താല്പര്യമില്ലായിരുന്നു, ബിക്കോസ് എനിക്ക് അഭിനയിക്കാൻ അറിയുമില്ല, ഞാൻ നാച്ചുറലിന്റെ ആളാണല്ലോ. ഞാൻ അവരോട് കുറേ അപ്പൊ അവരെന്റെ അടുത്ത് പറഞ്ഞു കുറേ, പക്ഷെ ഞാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞതാ. പിന്നെ MR സാർ ഇടപെട്ടിട്ട് എന്നെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടതാ. പക്ഷെ അവര് നന്നായിട്ട് ടേക്ക് കെയർ ചെയ്തു കേട്ടോ. ഞാൻ കുറേ കണ്ടീഷൻസ് പറഞ്ഞിരുന്നു, അതെല്ലാം അവർ ഇതാക്കിയിട്ട് തന്നിരുന്നു. എനിക്ക് നല്ല ഹോട്ടൽ വേണം, ആൾക്കാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് വന്നു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ് വരണം, എല്ലാം നന്നായിട്ട് അവർ ടേക്ക് കെയർ ചെയ്തു. അന്ന് പിന്നെ അതുപോലെ ഒരു രസകരമായ ഓർമ്മ, നമ്മുടെ ഷോ നടക്കുമ്പോൾ സിനിമയിലെ ഇതൊരു എപ്പിസോഡായിരുന്നു. അതടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ സാജിക്കൊടിയൻ സാജിക്കൊടിയൻ സിനിമയില് ചെയ്തു. പിന്നെ അന്ന് ബ്ലഫ് മാസ്റ്റേഴ്സിലാന്ന് തോന്നുന്നു പിഷാരടിയും ധർമ്മജനും കൂടിയിട്ടുള്ള പ്ലസിലും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പക്ഷെ ഭയങ്കര രസമാണ്. അതിലെനിക്ക് ഈ കോതമംഗലത്ത് ബേസിൽ എന്ന് പറയും, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബേസിൽ ഒരു പേര് വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ തുടങ്ങിയത്. നമ്മുടെ പ്രവീൺ കോതമംഗലത്ത് ഓർമ്മയില്ലേ? എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു പ്രവീൺ കോതമംഗലം. അന്ന് ഷൂട്ടിങ് മൊത്തം നമുക്ക് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെ പോയാലും കേരളോർമ്മക്കാരുണ്ടാവില്ല. അപ്പൊ ഞാൻ ഓരോ ജില്ലയിലും മുമ്പ് ഇതുപോലെ, അപ്പൊ കോതമംഗലം സൈഡ് മുഴുവൻ പ്രവീണാന്ന് അന്ന് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പ്രവീണോ ആരോ അങ്ങനെ ഒരാൾ പറഞ്ഞെന്ന കണ്ടന്റാണ് ഇവിടെ വന്നു വെച്ചിട്ട് എൽദോ അല്ലെങ്കിൽ ബേസിൽ, ഈ 2-3 പേര് വിളിച്ചു കഴിഞ്ഞാൽ 10 ആൾ തിരിഞ്ഞു നോക്കുന്നു. സത്യം. അവിടെ ചെന്നിട്ട് നമ്മള് മാമോദിസയുടെ ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് ഓരോ പിള്ളേരുടെ പപ്പി തുറന്നു നോക്കും, ആണാണോ പെണ്ണാണെന്ന് അറിയാൻ വേണ്ടി. അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സാജുക്കൊടിയൻ. അതൊക്കെ നല്ല രസമായിരുന്നു, ഓർമ്മകളായിരുന്നു. എന്തായാലും ആ സമയത്ത് മുഴുവനായിട്ട് നമ്മള് നിറഞ്ഞു നിൽക്കുന്ന. പിന്നെ ബെസ്റ്റ് കേരള സ്റ്റേറ്റ് ബെസ്റ്റ് ആങ്കർ അവാർഡും കൂടെ കിട്ടിയിരുന്നു. അന്ന് ഞാനും ആ കലേഷും കൂടെ ഷെയർ ചെയ്തത്. എന്തായാലും അതുപോലത്തെ അല്ലെങ്കിൽ ആ ഷോയുടെ മുകളിൽ പോകുന്നൊരു ഷോ ഈ പ്രായത്തിൽ തുടങ്ങട്ടെ. അങ്ങനെയും ഈ പുതിയ ജനറേഷന് പുതിയൊരു ടെക്സ്റ്റ് ആവാനായിട്ടൊക്കെ. ഞാനപ്പോ ഈ പ്രായമൊന്നും നോക്കുന്നില്ല, നമുക്ക് ആഗ്രഹങ്ങൾ വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് ചെയ്യാം. നടന്നില്ലെങ്കിൽ നടന്നില്ല, ഇല്ലെങ്കിൽ ഇല്ല, അത്രേ ഉള്ളൂ. ഞാൻ 40 വയസ്സിലാണ് എന്റെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് 17 വർഷമായി. അപ്പോൾ പക്ഷെ ഇപ്പോഴും എന്നെ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യേണ്ടതെന്നുള്ള തട്ടുവിട്ടിട്ട് പോലും റെക്കഗ്നൈസ് ചെയ്യും. മുസ്ലിംസ് കുറേ പേര് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, പിന്നെ അല്ലാത്തൊരു ഒച്ച കേട്ടിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. പലരും വന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഈ ശബ്ദവും പിന്നെ സിഗ്നേച്ചർ ചിരിയും ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട്. അതെ 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 അതെ. പിന്നെ ഫാമിലി ഒക്കെ എങ്ങനെ എല്ലാവരും അങ്ങനെയൊക്കെ, മക്കളൊക്കെ ഒരു സൈഡില്, ഞാനൊരു സൈഡില്, നമുക്ക് നമ്മുടേതായ നമ്മളുടെ വഴികളൊന്നും നോക്കില്ല. പിന്നെ പിള്ളേർക്ക് അറിയാം എന്നെ തല്ലണ്ടമ്മാവാന്ന്, ഞാൻ നന്നാവൂല എന്നാണ് അവർക്കറിയാം. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ ഈ മറ്റേ കാർഗിലൊക്കെ പോയപ്പോൾ ഒരു ഹെയർ പിൻ വളവൊക്കെ ഞാൻ മിസ്സായി പോയി. ഞാൻ നേരെ പോയി കുഴിയിലേക്ക് ചാടണമായിരുന്നു. അപ്പം എൻ്റെ മോളിലേക്ക് ഉമ്മ യു ഡോണ്ട് ഹാവ് ടു കം ഹോം എന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു. പിന്നെ എൻ്റെ പിള്ളേരെന്നെ വിളിച്ച് ചോദിക്കൊന്നുമില്ല സേഫാണോ ഓക്കെ ആണോ, ബിക്കോസ് അവർക്കറിയാം ഞാനൊരു പോയി അങ്ങോട്ട് പോകും. പിന്നെ ഹസ്ബൻഡിന് ഞാൻ ആ മല കയറിപ്പോയപ്പോൾ മാത്രമേ ടെൻഷൻ ഉണ്ടായിരുന്നുള്ളൂ. റോട്ടിക്കിടയൊക്കെ ഒന്ന് ഓടിച്ചപ്പോൾ പുള്ളി ഓക്കെ ആയിരുന്നു. എന്തായാലും ഇഷ്ടപ്പെട്ട വഴികളിലൂടെ ഇനിയും അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ. അതെ അതെ അതെ, പുതിയ പുതിയ കാര്യങ്ങളായിട്ട് ചാലഞ്ചിങ് കാര്യങ്ങൾ. പിന്നെ എന്നെ സംബന്ധിച്ച് വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഷോ അല്ല, പക്ഷെ എന്നെ സ്വയം ഒന്ന് റീഡിസൈൻ ചെയ്യാൻ പറ്റിയ ഒരു ഷോ ആയിരുന്നു, ഒരു ടെക്സ്റ്റ് ആയിരുന്നു. കാരണം ഒരു താരങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെ നമുക്കൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കാം, സ്റ്റിച്ച് ചെയ്യാന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മനസ്സിലാക്കിയ സുബൈദയെ വരെ ഞാൻ സ്ക്രിപ്റ്റ് കൊടുത്തു. അപ്പൊ അതിന്റെ അപ്പുറത്തേക്കില്ലല്ലോ, അങ്ങനെ പറയാൻ എനിക്ക് പറ്റിയൊരു ഷോ കൂടിയായിരുന്നു.
അപ്പൊ അങ്ങനെ നമ്മള് പുറകിൽ നിന്നൊരാളെ ഇതുപോലെ വർഷങ്ങൾക്ക് ശേഷം അഭിമുഖം ഇരുത്തി ഇത്രയും നേരമൊക്കെ നമുക്ക് സംസാരിക്കാൻ സാധിച്ചു. അത് വലിയ സന്തോഷമുള്ള അതെ, ഞാനും കാര്യങ്ങളാണ്. എൻജോയ് ചെയ്തു കേട്ടോ. രസമുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ സംസാരിക്കില്ല, പഴയതൊക്കെ തികട്ടി തട്ടി വരണത് അതെ, അതെ. അല്ലേ. പിന്നെ നമ്മൾ ഈ കടുകട്ടി വാക്കുകൾ അയ്യോ ഉപയോഗിക്കുന്നത് പ്ലീസ്, ആദ്യമേ തന്നെ എനിക്ക് പറഞ്ഞിട്ട് ചെവിയുടെ പേടിയാണ് ആ കാര്യത്തിൽ. പക്ഷെ എന്തൊരു വാക്കുകളാ. ആദ്യമേ തന്നെ നമ്മൾ അങ്ങനത്തെ സ്കൂളിൽ വന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ എന്തായാലും ആ പാനയും ആ ഷർട്ടും ആ ശബ്ദവും സംസാരമൊക്കെ എടുത്ത് മാറ്റി വെക്കാം എന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് പിന്നെ ആ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഓ, എന്തു കടിച്ചപ്പെട്ടാത്ത വാക്കുകളാ ചെവി പറയണേ. ഞാൻ കുറെ- ഒരു ഇന്റർവ്യൂ ഞാൻ പേടിച്ചു. ഒന്നും മനസ്സിലാവണില്ല എനിക്ക്. അത് അങ്ങനത്തെ കുറെ പരിപാടിയിലാണ് നമ്മൾ പിടിച്ചേക്കണത്. അപ്പൊ എന്തായാലും സന്തോഷം. നന്ദി പറയുന്നില്ല, നമ്മൾ അങ്ങനെ എന്തെങ്കിലും ആവശ്യമൊന്നുമില്ല. ഞാൻ ഇനിയും happy ആയിട്ടാ വന്നത്. നമ്മളിനിയും കാണും. ഇനിയും നമ്മൾ ഇതുപോലെയുള്ള പരിപാടികളായിട്ട് നമ്മൾ കൂട്ടിമുട്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ചെയ്യും. അതെ, അതെ. അപ്പൊ ഓക്കെ, Okay. വീണ്ടും പൊളിക്കും. Thank you. ശരി.